ഹലോ, ഞാൻ ലിപിൻ. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് വേറെ ഒന്നല്ല. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുല്ലോ. അതായത് ഇന്ന് പെരേര, അലിഞ്ചോസ് പെരേര, അതായത് അലിഞ്ചോസ് പൊട്ടൻ എന്ന് പറയണ ഒരുത്തൻ, അവന്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എന്തോ ആഘോഷങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതായത് ആറാട്ടനെ വിളിക്കൂല, അങ്ങനെ കണ്ടൊക്കെ വീഡിയോസ് കുറെ കണ്ടു ഞാൻ. അപ്പൊ അതൊക്കെ ചെയ്ത് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നതിന് ഇവര് എന്നും മറ്റേ മുൻതൂക്കം ഉണ്ടല്ലോ, മുൻപന്തിയിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ പൊട്ടത്തരങ്ങള്, കുറച്ച് കാര്യങ്ങള് എനിക്ക്, ഞാൻ യൂട്യൂബ് ഫേസ്ബുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ എനിക്ക് കിട്ടി. അപ്പൊ പിന്നെ കുറെ വീഡിയോസ് ഞാൻ വേണ്ടെന്ന് വെച്ചു. കാരണം ഒന്നും ചെയ്യാനില്ല. കാരണം ഇവന്മാര് പഠിച്ചതേ പാടുള്ളൂ. കാരണം ഇമാതിരി പൊട്ടത്തരങ്ങളെ ഇവന്മാര് കാട്ടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. എന്തായാലും അവന്റെ ജന്മം പാഴായി എന്ന് പറയുന്ന പോലെ തന്നെ ആ പൊട്ടന്റെ ജന്മം പാഴായി. അലിഞ്ചോസ് പൊട്ടന്റെ ജന്മം പാഴായി, ഉള്ള കാര്യം പറയാ. എന്തായാലും അവന്റെ കുറച്ച് കോമാളിതരങ്ങളും കുറച്ച് ഇതൊക്കെ നമുക്കൊന്ന് കാണാം. ഞാൻ നോക്കട്ടെ. ല്ല ചെയ്യുന്നത് തിന്നാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ആ കൂട്ടത്തിൽ നമ്മളെ കൂട്ടണ്ട. നമ്മള് തിന്നാൻ വേണ്ടിയല്ല. ഈ വിഷ്ണു കൊച്ചിക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ചത്ത് പണിയെടുക്കുന്ന എന്തിനാ? ഇവന്റെ കയ്യിൽ കുറെ ഊറ്റി തിന്നാനും കുറച്ച് പൈസ കാര്യങ്ങളും. അതിനു വേണ്ടി തന്നെ ഈ വിഷ്ണു കൊച്ചിക്കാരോടെ പട്ടീനെ പോലെ വാലാട്ടി കൊണ്ട് നിൽക്കുന്നത്. അത് വേറെ കാര്യം. അതാണ് കാര്യം. കാരണം അത് പലതും അറിഞ്ഞു, പല വീഡിയോസും ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ വഴിയേ വരും. എന്തായാലും ഈ വിഷ്ണു കൊച്ചിക്കാരെന്ന് പറഞ്ഞാൽ ഈ പെരേരനെ മണ്ണിടിച്ച് നടക്കണമെങ്കിൽ അതിന് നല്ല പ്രതിഫലം അവന് കിട്ടുന്നുണ്ട്. ഇന്നലെ മുതൽ തുടങ്ങിയ പണിയാണ് അല്ലെ, കസേരയൊക്കെ എടുക്കാനും. ഇന്നലെ തുടങ്ങിയ പണിയാണ്. അതിന് അവിടെ എന്തൊക്കെ പണിയുള്ള, ആകെ ആരുടെയോ ജന്മം പാഴായി എന്നുള്ള ആ ഒരു ബോർഡ്, ഒരു ATP എന്നുള്ളത്, അവന്റെ ജന്മം പാഴായി. അതും കുറച്ച് ബലൂണും ആ സാധനങ്ങളും. ഇതാണ് ഇന്നലെ തുടങ്ങിയ പണി. ഇതിനും മാത്രം എന്ത് പണിയാടാ അത്? അല്ല ശരിയല്ലേ? എന്ത് ഇവന്റ് മാനേജ്മെന്റ് എന്ത് ചെയ്യണമെന്ന് ഈ കാട്ടിക്കൂട്ടർ കോപ്രായ? ഒരു മുറി ഇതിലും ഭേദം പോലെ ടാർപ്പായും വലിച്ചു കിട്ടിയിട്ട് അവിടെ ഇട്ടു. ഇതിലും ഭേദം മറ്റേ ആ പിള്ളേര് കനാൽ ബോയ്സ്, അവരുടെ വീട്ടിലൊക്കെ സംഭവം ചെയ്തിട്ടുണ്ടല്ലോ. അയ്യേ, ഇത് ചെയ്യാൻ ഇവന്റ് മാനേജ്മെന്റ് വരണതാ? കൊള്ളാം. ഇവന്റ് മാനേജ്മെന്റുകാര് വന്നു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കണം. അതിനൊക്കെ ഉണ്ട പൈസ ഉണ്ടാ? ചെയ്യുമ്പോ ഇത് ഇവന്റെ വീടാണോ? വീടാന്ന് തോന്നുന്നു. എന്ത് വൃത്തിയില്ല ചെയ്തേക്കണേ. ആ താഴെ കിടക്കുന്നൊക്കെ എന്തോ ചെളിയാണോ അതോ ടൈലിന്റെ മറ്റേ ഡിസൈനാണോ? ടൈലിന്റെ ഡിസൈനാണോ അതോ ചെളി ചവിട്ടി കൂട്ടിയിട്ടതാണോ? മനസ്സിലാവോ? വൃത്തിയുള്ള ചുമരുമ്പൊക്കെ എന്താണ്ടൊക്കെ അവിടെ. അല്ല, അത് അത് ചെളി തന്നെയാ. ഈ ടൈലുമ്പോ കാണുന്നത് ചെളിയാ, ഡിസൈൻ അല്ല. ഇവിടെ ഒന്നും ഡിസൈനില്ല, ചെളി തന്നെയാ. ഇതാണ് ഭയങ്കര വൃത്തി. കൂളറൊക്കെ ഉണ്ടല്ലോ. വിഷ്ണു ഇപ്പൊ വിഷ്ണു കൊച്ചിക്കാരൻ പറഞ്ഞില്ലേ, അതായത് തിന്നാൻ വേണ്ടി ആരും വരണ്ട. അത് ഞാൻ ചെയ്യുന്നത് തിന്നാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ വിഷ്ണു കൊച്ചിക്കാര് അഭിലാഷാട്ടത്തിനൊക്കെ പറഞ്ഞേ. അതായത് അഭിലാഷാട്ടയെ തിന്നാൻ വേണ്ടി മാത്രം ഇവന്റെ ബർത്ത്ഡേ പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞാണ് വിഷ്ണു കൊച്ചിക്കാരൻ പറയുന്നത്. അത് അഭിലാഷിനെന്തോ കൊണ്ടുണ്ടാവും. അതാണല്ലോ ഇപ്പൊ വീഡിയോ വന്നത്. അപ്പൊ ആ വീഡിയോ മറ്റേ അഭിലാഷിന്റെ വീഡിയോ തരാം. ഇവിടെ തുടങ്ങി. വിഷ്ണു കൊച്ചിക്കാരാ, നീ എന്താ രാവിലെ നിന്റെ വീഡിയോ പറഞ്ഞത്? ഞാൻ മാത്രമേ ഉള്ളൂ
പെരേരനെ സഹായിക്കാം, ബാക്കി എല്ലാരും തിന്നാൻ വരുമെന്നല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വരുന്ന മീഡിയക്കാർ ഇവൻ വിളിച്ചേക്കണ എല്ലാരും തിന്നാൻ തന്നെയായിട്ടല്ലേ നീ പറഞ്ഞത്? വരുന്ന മീഡിയക്കാര് വിളിച്ച എല്ലാവരും അല്ലേ? അതൊക്കെ ആ കാട്ടിത്തരാം. മോശമാണ് നീ നാളത്തെ അതിനകത്ത് പറഞ്ഞത്, മനസ്സിലായില്ലേ? പിന്നെ നീ അതെ, മോശമാണ്. വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആറാട്ടനെ വിളിക്കുന്നില്ല, നീയും ആ ചെറുക്കനെ കൂട്ടിയിട്ട് വീഡിയോ ഇട്ടേണ്ടായിരുന്നു. എടാ, ആറാട്ടന്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് ഒരുപാട് ഞണ്ണിയിട്ടില്ലേ, ഇല്ലേ? കറക്റ്റാണ്, എല്ലാവരും ഞണ്ണിയുണ്ട്, നീ അടക്കം. നീയും അതേപോലെ തന്നെ മാഹി മൂത്രപ്പുര, വിഷ്ണു കൊച്ചിക്കാരൻ, അതേപോലെ തന്നെ ഈ ഓട്ടീസ് പിടിച്ച് പെരേര ഒക്കെ തിന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഇല്ലെന്ന് ഉണ്ട്, തിന്നു തന്നെയാണ് ഇവൻ പറയണേ. നോക്കാം. ആറാട്ടന്റെ ബർത്ത്ഡേക്ക് പോയി ഞണ്ണിയിട്ടില്ലേ? ആ പുള്ളിനെ വിളിക്കലാന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് വീഡിയോ ഇടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ആ ചെറുക്കനെ കൂട്ടി ഈ ഇതിന്റെ കാര്യം, അതായത് ആറാട്ടെണ്ണ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ആറാട്ടെണ്ണ ഇതെന്താ അവൻ വീഡിയോ ചെയ്തേക്കണ, ആറാട്ടോട് വീട്ടിലേക്ക്, അവന്റെ വീട്ടിലേക്ക് പോയാ അവൻ തല്ലൂന്നോ, അങ്ങനെ വിളിക്കണില്ലെന്നൊക്കെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ പുല്ല് പറഞ്ഞത് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവര് ചെയ്യുന്നത്. അതായത് പുള്ളിയോട് ആറാട്ടനോട് പണ്ടേ വിളിച്ചു പറഞ്ഞു, ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പൊ അന്ന് കേട്ടില്ലെന്ന് വെക്കണമെന്ന്. അതെ, അതാണ് കാര്യം. പിടിച്ച് പിന്നെ നീ പറഞ്ഞു കേട്ടു എന്നെ, എന്താ പറയാ, എന്നാ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും തിന്നാൻ വരുമെന്നല്ലേ? അപ്പൊ ഞങ്ങളെയൊക്കെ ഉദ്ദേശിച്ച പറഞ്ഞെങ്കിലോ? സത്യം, നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ് അവൻ പറഞ്ഞത്. കാരണം വിഷ്ണു കൊച്ചിക്കാരന്റെ സ്വഭാവം ഇപ്പൊ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം എവിടെയും കയറി ഒന്ന് സ്കോർ ചെയ്യണം. അതാണ് കാര്യം. വിഷ്ണു കാര്യം പറഞ്ഞ, അതായത് അതെല്ലാവർക്കും ഉള്ളൊരു ഇത് തന്നെയാണ്. കാരണം ഇപ്പൊ അഭിലാഷായാലും ആ മാഹിമൂത്രപുര ആയാലും വിഷ്ണു ആയാലും എല്ലാവരും അവരവരുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ. അത് വേറെ കാര്യം. കാരണം ഈ മാഹിമൂത്രപുര തന്നെ പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും അഭിലാഷിനെ ചവിട്ടി അവന് മുകളിൽ വന്നത് അവൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ അന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ സർവ്വസാധാരണ വിചാരിച്ചാൽ മതി. പരമ നാർത്തര നീ പറഞ്ഞു കേട്ടോ, മനസ്സിലായോ? നീ അവന്റെ കൂടെ നടന്നിട്ട് നാർത്തരം കാണിക്കുന്നത് എനിക്കറിയാം. നീ ഓട്ടോറിക്ഷ ഓടിക്കാനാന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ കൂടിയിട്ട് 2000-3000 ഡെയിലി വാങ്ങുന്നത് അവൻ പറയുന്നുണ്ട്. അതിന്റെ റെക്കോർഡ് കണ്ട ഇപ്പൊ പൈസ ഊറ്റണതിന്റെ കണക്കാണ് പറയണത്. അതായത് വിഷ്ണു കൊച്ചിക്കാരൻ പെരേരുടെ 2000-3000 ഊറ്റുണ്ടെന്നാണ് അഭിലാഷ് പറയുന്നത്. സഹിതം വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇടാം, മനസ്സിലായോ? അവൻ പറയണത് ഇന്ന് 2000 വാങ്ങിക്കൊണ്ട് പോയി, ഇന്നലെ 3000 വാങ്ങിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു. നീ ഒരുപാട് ഊറ്റുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ നീ എനിക്ക് മഴവിൽ മനോരമയിൽ ചാൻസ് വന്നിട്ട് നീ അത് തട്ടിക്കളഞ്ഞു. അല്ല, നിനക്ക് മഴവിൽ മനോരമയിൽ ചാൻസ് വന്നിട്ട് ഈ വിഷ്ണു കൊച്ചിക്കാരൻ തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിനുള്ള ഒരു കഴിവൊക്കെ ഈ വിഷ്ണു കൊച്ചിക്കാരനുണ്ടോ? എനിക്ക് തോന്നല്ല. അഭിലാഷിനെ വേണ്ട എന്ന് പറഞ്ഞ് നീ വേറെ ആരെയും ആഡ് ചെയ്തു. അപ്പൊ നീ എന്താ അഭിലാഷിന് വേണ്ട വേറെ ആരും ആഡ് ചെയ്തു? അവനാരാ ഈ വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറഞ്ഞാൽ? അവനാരാ മഴവിൽ മനോരമയുടെ അവാർഡൊക്കെ മഴവിൽ മനോരമയുടെ പരിപാടിയൊക്കെ കാട്ടിക്കളയാൻ? അവനാരാ? എന്തൊക്കെ കാണണോ അല്ലെ? ആണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാം. നീ കുറച്ചു നാൾ മുമ്പ് ഇവനെ കുറിച്ച് നിന്റെ പേജില് വീഡിയോ ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഇതൊക്കെ ഈ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിൽ തല്ലുള്ള വീഡിയോടൊക്കെ ഇവര് പ്ലാൻ ചെയ്തിടുന്നതാണേ. അത് മനസ്സിലാക്കായിരിക്കും. കാരണം ഇവന്മാര് പ്ലാൻ ചെയ്തിടുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അല്ലെങ്കിൽ പിന്നെ അതെ, ഇവൻ സെക്സ് റാക്കറ്റാണ്, ഇവൻ കൂട്ടിക്കൊടുപ്പാണ് പണി. പിന്നെ അതുപോലെ തന്നെ എന്നാ പറയാ, ഇവൻ കോമാളിയാണ്, ഞാൻ കോമാളിയുടെ കൂടെ നടക്കൂല എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് സത്യമല്ലേ? ഈ അലിഞ്ചോസ് പോങ്ങൻ എന്ന് പറഞ്ഞ ഒരു കോമാളി തന്നെയാണ്. അലിഞ്ചോസ് പോങ്ങ. എന്തൊക്കെ വാക്കുകളെ AJP കിട്ടണമെന്ന് എനിക്കിപ്പോ. AJP എന്ന് പറയുന്ന 3 അക്ഷരത്തിന് എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കാം? അവൻ ജന്മനാ പൊട്ടനാണ്, അവന്റെ ജന്മം പാഴായി. പിന്നെ വേറെ കുറെ ഉണ്ട് കേട്ടോ, അതൊന്നും ഞാൻ പറയല. അത് കട്ടക്കുമ്പം തരികയാണ്, അത് ഞാൻ പറയല. എന്തൊക്കെ കേക്കണം. 24 മണിക്കൂർ ആ ചെറുക്കന്റെ കൂടെയാണല്ലോ നടക്കുന്നത്, അല്ലേ? ഇപ്പൊ നിനക്ക് കോമാളിത്തരം ഒന്നും കുഴപ്പമില്ലേ, അല്ലേ? നീ ഒരാളെ കുറ്റം പറഞ്ഞ് നീ അവനെ തെറി പറഞ്ഞ് അവന്റെ അമ്മേനെയും ഒക്കെ തെറി പറഞ്ഞ് ഏറ്റവും അവസാനം വോയിസ് ഇട്ടിട്ട് അവൻ പറഞ്ഞ വോയിസ് എടുത്തിട്ട് നീ വേറെ മീഡിയ കയറിയിരുന്ന് പറഞ്ഞു, ഞെളിഞ്ഞിരുന്ന് പറഞ്ഞു. ഒന്നിനും നാണോ മാനമില്ല, അതാണ് കാര്യം. ഒന്നിനും നാണോ മാനമില്ല. ഈ എന്തൊക്കെ ഞാൻ പറയല്ല. അപ്പൊ നീ ചെയ്യണ പോക്കൃത്തരൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. പൈസ വാങ്ങലും, എന്നിട്ട് നീ പറയണ്ട് ഞാൻ പൈസ ഒന്നും വാങ്ങല്ലേ, ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചാ ജീവിക്കണത്.
എവിടെ ഓട്ടോറിക്ഷ ഓടിച്ച് പെരേരയുടെ കൂടെ പോണെയാണ് നീ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നത്. ഇതൊന്നും അല്ല എനിക്ക് കലിപ്പ് കയറിയത്, മനസ്സിലായി? നീ അവനെ പറ്റിച്ച് മുമ്പോ എന്തെങ്കിലും ചെയ്തു, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നീ പറഞ്ഞൊരു കാര്യമുണ്ട്, രാവിലെ നീ മാത്രമേ ഉള്ളൂ അവിടെ സഹായിക്കാൻ, ഞങ്ങളെല്ലാം തിന്നാൻ വേണ്ടി വരുന്നതെന്ന്, മനസ്സിലായില്ലേ? അതെനിക്ക് കൊണ്ടു, മനസ്സിലായി? പിന്നെ മഴവിൽ മനോരമ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരു സീരിയലിൽ ചാൻസ് വന്നിട്ട് നീ തട്ടിക്കളഞ്ഞു. അതൊക്കെ ഭയങ്കര നാറി തരാണ്, മനസ്സിലായില്ലേ? നീ പൈസ വാങ്ങുന്നതെല്ലാം പെരേര പറയുന്ന റെക്കോർഡ്സ് ആയത് എന്റെ കയ്യിലുണ്ട്. ഇനി നീ ഞാനതെടുത്ത് വീശാണ്ട് ഇരിക്കണമെങ്കിൽ അങ്ങോട്ട് എടുത്ത് വീശ അഭിലാഷ, അങ്ങോട്ട് വീശ്. ദൈവത്തെ ഒരു വാക്കുകൾ പറയാൻ വരുന്നത്, ഞങ്ങള് തിന്നാൻ വേണ്ടിയല്ല വരുന്നത്, മനസ്സിലായില്ലേ? അവിടെ വരുന്ന മീഡിയക്കാരും മറ്റേ സോഷ്യൽ മീഡിയയിലുള്ളവരും എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ നീ മാത്രമാണ് അവിടെ സഹായിക്കാനുള്ളൂ എന്നുള്ള രീതിയിലുള്ള പറച്ചിൽ വേണ്ട കേട്ടോ. ഓക്കെ, അങ്ങനെ രാവിലെ വീഡിയോ ഉണ്ട് വിഷ്ണുവിന്റെ. അവിടെ വന്ന അടുത്ത സിനിമക്കാരെ മാഹിം മൂത്രപ്പുര അതിൽ പറഞ്ഞിരിക്കുന്നത്, അത് ഇടക്കൊച്ചി ഞാൻ പറഞ്ഞേക്കെ, അതായത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? രാത്രിയിലെ പരിപാടിക്ക് കാലത്ത് തന്നെ അവിടെ തെണ്ടിപ്പോയിട്ടുണ്ട്, കൊച്ചിയിലേക്ക് തെണ്ടിപ്പോയിട്ടുണ്ട് രണ്ടുപേരും കൂടി. എന്തോ മലമറക്കാനുള്ള എന്തോ സംഭവം. രാവിലെ ഇത് വെട്ടം കണ്ടിട്ട് രാവിലെ ആവാനാ സാധ്യത. രാവിലെ തന്നെ തെണ്ടിപ്പോയിട്ടുണ്ട്. പിന്നെ അലിന്റെ കൂടെ ഞാനേ ഉള്ളൂ എല്ലാത്തിനും. തിന്നാൻ നേരത്തെ എല്ലാരും വന്നോളൂ പറഞ്ഞേക്ക്. ബാക്കിയുള്ളവര് പറഞ്ഞു, ബാക്കിയുള്ളവരാരാ? അവന്റെ ആ സംഭവം നടക്കുമ്പോ എന്തായാലും മറ്റേ വിഷ്ണു കൊച്ചിക്കാരനും പൊട്ടം പെരേരും മാത്രം അവിടെ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ആരും അവിടെ ഉണ്ടായോ? ആരും ഉണ്ടായില്ലല്ലോ. തിന്നാനായിട്ട് വന്നോളൂന്ന്. അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് എല്ലാരും അല്ല. എനിക്കൊരു തിന്നാനായിട്ടാണ് സിനിമാ താരങ്ങളും ചാലുകാരൊക്കെ വേണ്ടത്. ഈ മാഹിം മൂത്രപ്പുര ലിപ്സ്റ്റിക് ഇട്ടുണ്ടോ? എനിക്ക് ചെറുതായിട്ട് തോന്നുന്നില്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന്. ലിപ്സ്റ്റിക് ഇട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തോ ലിപ്സ്റ്റിക് ഇട്ട പോലെ. മോശമല്ല പറഞ്ഞിരിക്കുന്നത് അല്ലേ? പല കാര്യങ്ങളും നമുക്ക് എതിരായിട്ട് പറയുന്നതും പല ചാൻസ് തട്ടിയെടുക്കുന്നതും ഞാൻ അറിയുന്നുണ്ട്. നമ്മൾ പ്രതികരിക്കേണ്ട പോട്ടെ ഇത് ഞാൻ പ്രതികരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാട്ടണ് അങ്ങേരെ ബർത്ത്ഡേക്ക് ഈ പറഞ്ഞ എല്ലാ ടീമുകളും പോയി മുഞ്ചിയിട്ടുണ്ട് അവിടെ നിന്ന്, മനസ്സിലായില്ലേ? ഞാൻ അതെ, മുഞ്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മുഞ്ചിട്ടുണ്ട്. ഈ മാഹിം മൂത്രപ്പുര എന്ന് പറഞ്ഞ ആളില്ലേ, അത് ആറാട്ടണ എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഈ മാഹിം മൂത്രപ്പുര എന്ന് പറഞ്ഞ ആൾക്ക് 50,000 രൂപ കൊടുത്താൽ ഏതോ മന്ത്രിയുടെ കയ്യിൽ നിന്ന് എന്തോ ആദരവ് വാങ്ങി തരാന്ന് പറഞ്ഞ് ആറാട്ടന്റെ 50,000 രൂപ വാങ്ങാൻ വേണ്ടി നടന്ന ആളാണ് ഈ മാഹിം മൂത്രപ്പുര എന്ന് പറഞ്ഞ് ഈ രണ്ട് കണ്ണടയും വെച്ച് നിൽക്കുന്നത്. ഇവിടെ പോയിട്ട് മുഞ്ചിട്ടുണ്ട് പുള്ളിയുടെ, മനസ്സിലായില്ലേ? ഞാൻ ഇങ്ങനെ തന്നെ പറയുള്ളൂ. എന്നിട്ട് ആ പുള്ളി വരണ്ടെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടൊക്കെ ഒരു മറ്റിടത്ത് തരാം അല്ലേ? അത് ശരിയാണ്, അത് ശരിയാ. കാരണം ഈ ആറാട്ടണ്ണന് മുമ്പ് എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ ആ പുള്ളിനെ വിളിക്കാണ്ടിരിക്കുന്നത് ശരിയല്ല. ആ പുള്ളി വരുന്നില്ല, വന്നാ വരട്ടെ. പക്ഷെ മാഹിമൂത്രപ്പുര വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവനാരാ? ഇവൻ പറഞ്ഞ അപ്പൊ തന്നെ ആറാട്ടെണ്ണം പോണം. ഇവനാരാണ്? അത് അലീനും ഞാനാണെങ്കിലും വിഷ്ണുവാണെങ്കിലും എല്ലാരും പോയിട്ട് മുഞ്ചിയിട്ടുണ്ട്, ഇഷ്ടം പോലെ മുഞ്ചിയിട്ടുണ്ട്. ഇവിടെ പൈസ ആയിട്ടല്ല. അണ്ട് ഇപ്പൊ പുള്ളീനെ കുറ്റം പൈസ എന്ന് പറഞ്ഞപ്പോ ചിരിയൊക്കെ മാഹിമൂത്രപ്പുരക്ക് ചിരിയൊക്കെ എന്താ ചിരി പറഞ്ഞു. ഭയങ്കര മോശമാണ് പുള്ളി വരണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഭയങ്കര തെറ്റത്തരാത്. വേറെ വാക്ക് ഞാൻ കേട്ടപ്പോ എനിക്ക് ഭ്രാന്തായി. അതായത് ഞാൻ മാത്രം സഹായിക്കുള്ളൂ, ബാക്കി എല്ലാരും തിന്നാൻ തന്നെയാണ്. അപ്പൊ അത് ആ രീതിയിൽ അവന്റെ കൂടെ നമ്മളുണ്ടായിരുന്നുള്ളൂ. നീ വന്നതിന് മുമ്പോട്ട് നമ്മളുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടും ഇപ്പൊ അത് ശരിയാണ്. ആദ്യം വന്നത് ആട്ടായാണ്. ആട്ടായത്തിനെ ചുറ്റിപ്പറ്റി ഇതേ മാഹിമൂത്രപ്പുര എന്ന് പറഞ്ഞ ആള് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വിഷ്ണു കൊച്ചിക്കാരൻ വന്നത്. അതെ, ഈ ഈയിടെയായിട്ട് നീ പല രീതിയിലും അവനെ ഇതാക്കിയ വീഡിയോസ് എല്ലാം നിന്റെ പേജിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പല രീതിയിലുള്ളത് പല രീതിയിൽ കണ്ടിട്ട് മോശപ്പെടുത്തി കോമാളിയാണ്, മറ്റാണ്, മറിച്ചാണ്. ബാക്കി ഞാൻ പറയുള്ള സ്റ്റേഷൻ ശരിയല്ലേ? അപ്പൊ അറിയാലോ എന്താണ് തെറ്റ് വരെ എത്തിയ കേസാണ്. എന്തെങ്കിലും ആട്ടെ. അപ്പൊ ഒരു കാര്യം പറയാം, ഈ പറയുമ്പോ നോക്കി കണ്ട് പറയാം, മനസ്സിലായില്ലേ? ഞങ്ങള് തിന്നാന് എന്താ തൂറാനോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ പറയുന്ന വാക്കുകൾ കൺട്രി പറയാം, ഞങ്ങൾ പ്രതികരിക്കും, മനസ്സിലായില്ലേ? ആണോ മാനെ? എല്ലാരും അടിച്ചമർത്തി പറഞ്ഞ മൂത്രപ്പുര രീതിയിലാണ്. ബാക്കി എല്ലാരും തിന്നാൻ തന്നെയാണ്, ഞാൻ മാത്രം സഹായിക്കാനുള്ളത്. ഇത് പറയണം തോന്നി. കൊള്ളൂല. പിന്നെ അതുപോലെ പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. പല ഇന്റർവ്യൂസിന്റെ കേസിനെ ഒരാൾ വിളിച്ചപ്പോൾ
ഈ കാര്യം വിടും. ഇതിപ്പോ എത്രാമത്തെ തവണ നിങ്ങൾ പറയണേ? ഇന്റർവ്യൂവിന് വിളിച്ചു, മഴവിൽ മനോരമയിൽ വിളിച്ചു, അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു. ഇതൊക്കെ തട്ടിയെടുക്കാൻ ഈ വിഷ്ണു പറ്റിക്കാരെന്ന് പറഞ്ഞാൽ ആരാ? ഛേ, നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. പിന്നെ ഇന്നലെ മായനോട് പറഞ്ഞാക്കി ഞാൻ അത് മാത്രമല്ല നജീബ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. നജീബ് മാഷ് അതൊക്കെ അവരുടെ കാര്യം. അതിലൊന്നും നമുക്ക് എനിക്കറിയാനും പാടില്ല, എനിക്ക് അതിലൊന്നും പറയാനും ഇല്ല. അതൊക്കെ അവരുടെ കാര്യം. ഞാൻ പറയുന്നില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും വിഷ്ണു നമ്മൾ അറിയുന്നുണ്ട്. നീ എന്തൊക്കെ കളി കളിച്ചാലും നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് വിഷ്ണുവിന്റെ വിചാരം നമ്മളൊന്നും അറിയുന്നില്ല. നേരെ വാ നല്ല അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അത്ര തന്നെ. ഒരു പേടിയില്ല. ഓക്കെ അല്ലെ പറയാ. അതുകൊണ്ട് വീഡിയോ ഇടുമ്പോ നോക്കി കണ്ടിടുക. നിന്നെ പോലെ തന്നെയാണ് ഞങ്ങൾ. മനസ്സിലായില്ലേ കേട്ടോ? നീ ശരിയാ. അവന്റെ അടുത്ത് എന്തൊക്കെ ഊറ്റുന്നുണ്ടോ അതുപോലെ ഞങ്ങൾ ഊറ്റുന്നുണ്ട്. കറക്റ്റ്. എന്തൊക്കെ അതെ, കറക്റ്റ്. അത് കറക്റ്റാ. അല്ല നീ ഊറ്റുന്ന പോലെ ഞങ്ങൾ ഊറ്റുണ്ട്. എന്ന് കുട്ടിക്കോ? കല്ലിലും മുള്ളിലും ചവിട്ടിയാണ്. അല്ല അങ്ങനെ പറഞ്ഞ കല്ലിലും മുള്ളിലും ചവിട്ടി വരാ. ഇതെന്താ ശബരിമലയോ? ഇത് നമ്മൾ ഊറ്റുന്നല്ല എല്ലാരും പറഞ്ഞ കിടക്കട്ടെ. ഞങ്ങൾ ഊറ്റിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല ദിലീഷിന്റെ കല്യാണത്തിന് വിളിക്കാവോ, അതിപ്പോ പെരേരയുടെ ബർത്ത്ഡേക്ക് വിളിക്കാവോ എന്നുള്ള ഇത്. അതായിക്കോട്ടെ. ഓക്കെ എന്തെങ്കിലും ആട്ടെ. ശരിയാ. ഓക്കെ. അപ്പൊ വിഷ്ണു പറഞ്ഞ മോശമായ കാര്യമാണ് പറഞ്ഞത്. ഈ വരുന്ന എല്ലാവരും കേൾക്കുകയാണ് പറഞ്ഞത്. അവരെല്ലാം എല്ലാവരും അവര് ആർട്ടിസ്റ്റ് തൊട്ട് ചാനലുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ഇന്നലെ വന്നിട്ട് പെരേര വീട്ടില് ബലൂൺ വീർപ്പിക്കാൻ നിൽക്കാത്തോണ്ട് തിന്നാനായിട്ട് തന്നെയാണോ വിഷ്ണു? അറിയാൻ പാടില്ല ചോദിക്കുക. 4 തരം പറയാൻ നിക്കല്ലേ കളിയാ. ഹായ്, ഇന്ന് പിറന്നാൾ. ഇനി നമുക്ക് അഭിലാഷാട്ടയത്തിന്റെ കുറച്ച് ബർത്ത്ഡേ വിഷസ് കാണാം. പെരേര 2000 രൂപയ്ക്ക് 5000 രൂപയ്ക്ക് ചെയ്തോണ്ടിരുന്ന സംഭവം പെരേരയ്ക്ക് വേണ്ടി ഈ അഭിലാഷാട്ടയം എന്ന് പറഞ്ഞ ആള് മഹത്വത്തി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. കേട്ടോക്കാം. ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട അനുജൻ അലിൻ ജോസ് പെരേര, അദ്ദേഹത്തിന് എന്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുകയാണ്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട അനിയ അലിൻ ജോസ് പെരേര, ഈ ചേട്ടന്റെ എല്ലാവിധ നന്മകളും നേരുന്നു. അലിൻ ജോസിന് ഈ ചേട്ടന്റെ എല്ലാവിധ നന്മകളും. ആ ഡയലോഗ് അങ്ങനെയല്ലല്ല. അല്ല, പറഞ്ഞു കേട്ടായിരുന്നു. ഈ ചേട്ടന്റെ എല്ലാവിധ നന്മകളും നേരുന്നു. ആ ഡയലോഗ് അങ്ങനെയല്ലല്ല. എല്ലാവിധ നന്മകളും നേരുന്നു എന്നല്ലേ. ഈ ചേട്ടന്റെ ഒരു വാക്ക് കൈന്നിട്ട് വായിക്കുള്ളൂ. എന്തെങ്കിലും ആവട്ടെ. എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ദേ പരിപാടി. ഈ പേങ്ങൻ, ഈ അലിൻ ജോസ് പേങ്ങൻ, അവൻ എന്തൊട്ട് ഇപ്പൊ കാട്ടിക്കുട്ടിയെ കാല് തൊട്ട് വളങ്ങണം. ഊള ഒരു അതല്ല, ഏതെങ്കിലും സ്റ്റേജില്, അതായത് ഏത് സ്റ്റേജിൽ കയറിയാലും ആ സ്റ്റേജ് കൊണ്ട് തൊട്ട് മുറ്റും ഈ പെരേര എന്ന് പറഞ്ഞ ഈ പൊട്ടൻ. അവന്റെ വിനയം കാട്ടുന്നത്. ഗൾഫിൽ നിന്ന് വാങ്ങിയത്. ഇതൊക്കെ ഇവിടെ ഏതൊരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലായാലും കിട്ടൂടാ ഈ ഇമാതിരി മിഠായിയൊക്കെ. അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയാലും കിട്ടും ഇതേപോലത്തെ മറ്റേ കളറുള്ള മിഠായി. മറ്റേ കളർ പേപ്പറിൽ പൊഴിഞ്ഞ മിഠായി. ഈ പൊട്ടനെ പറ്റിക്കാൻ അതൊക്കെ മതി. ഈ അലിൻ ജോസ് പൊട്ടനെ പറ്റിക്കാൻ അതൊക്കെ മതി. കുറച്ച് ഡയലോഗും കൂടി ആയാൽ കറക്റ്റായി. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മിഠായെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. പൊട്ടൻ. കേരളത്തിൽ അനുഗ്രഹം കൊള്ളാം മിഠായി വാങ്ങിയിട്ട്. ആറട്ടെണ്ണം വരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളി പോയത് തന്നെ. ഇത് എന്തോ സംഭവത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഇതെന്തോ സംഭവം. ഈ സ്പ്രേ അടിച്ചു നോക്കുന്നത് ഇതൊക്കെ കല്യാണത്തിനല്ലേ? കല്യാണത്തിന് മറ്റേ ഇത് കുഞ്ഞിരാമായണ സിനിമയില് സ്പ്രേ അടിച്ചു കൊടുക്കണ്ടല്ലോ. അത് കല്യാണത്തിനായിരുന്നു. കല്യാണത്തിന് തന്നെ ആയിരുന്നല്ലോ. ആ സംഭവം തന്നെ. ഇവിടെ കല്യാണമാണോ പറഞ്ഞത്? കണ്ട സ്പ്രേ അടിച്ച് സ്പ്രേ എടുത്ത് മുറിയിൽ കൂട്ടി വെക്ക. കാരണം അതവിടെ വെച്ചാൽ കിട്ടൂലെന്ന് അവനെ തന്നെ അറിയാം. ഇവന്മാരെ ആരെങ്കിലും എടുത്തോണ്ട് പോകും. അതുകൊണ്ട് മുറിയിൽ എടുത്ത് വെക്കണണ്ട. അതെ, ഇവന്മാരുടെ ബർത്ത്ഡേ ആഘോഷം. അതായത് ഒരുപാട് സിനിമ നടിമാര് എല്ലാവരും വരും എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഇതിപ്പോ 3 പേരേ ഉള്ളൂല്ലോ.
വേറെ ആരൊക്കെയാ? ആ ദേ നിക്കണു സൂപ്പർ സ്റ്റാർ നടി. കേക്ക് മുറിക്കാണ് കൂടെ. അപ്പൊ ഈ 3 പേര് മാത്രമേ ഉള്ളൂ? നിരവധി ആൾക്കാര്, അതായത് സിനിമാ നടിമാര്, നടന്മാര് എല്ലാവരും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 3 മാത്രമേ ഉള്ളൂ. പക്ഷേ അതെന്ത് പറ്റിയോ? പമ്പയുണ്ട്. അപ്പൊ എന്തായാലും ഗംഭീര പരിപാടി. കേക്ക് കൊണ്ട് സഹോദരന് ആദ്യം ആ പോയ പോക്ക് എവിടേക്കാ? പെരേര പൊട്ടനാണെങ്കിൽ അതിന്റെ കാര്യം മനസ്സിലായി. മറ്റേ ചുടുചുംബനം നൽകാൻ വന്നു മനസ്സിലായി. അത് കാരണം ഒഴിഞ്ഞു പോരേണ്ട. അമ്മയാണ് പമ്പ ഇത്തിരി ചേർന്നിട്ട്. അമ്മയൊന്നും ഉണ്ടാവില്ല. അമ്മയൊക്കെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടാവും ഇവനൊക്കെ. ആദ്യം പമ്പയ്ക്കാ കൊടുത്തേ. ആദ്യം പമ്പയ്ക്കാ കൊടുത്തേ. ഇത്രയും നേരം കൂടെ നിന്ന് ആ 2 മണ്ണകളെ അവിടെ നിർത്തിയിട്ട് ആദ്യം കൊടുത്തത് പമ്പയ്ക്ക്. നോക്കി, അപ്പൊ ഇത്ര ഉണ്ട് ഈ പൊട്ടം പെരേരാന്ന് പറഞ്ഞാൽ. ആദ്യം കൊടുത്തത് പമ്പയ്ക്ക്. കൊടുത്തുട്ടാ, കൊടുത്തു. വേണ്ടപ്പെട്ടവരൊക്കെ വരിക. ഇപ്പൊ എല്ലാരും വരുന്ന ഇവിടെ മലയാളത്തിന്റെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് വെറുതെ. കേക്ക് കൊടുക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ എന്റെ ചേച്ചിയും സഹപ്രവർത്തകയുമായ പ്രിയപ്പെട്ട പമ്പ മേഡത്തിന് വായിൽ ഒരു കേക്ക് കൊടുക്കുന്നു. ചേച്ചിയും ചേച്ചിയോ? മൊത്തം ഞാൻ കാര്യം ബാക്കി എനിക്ക് ഓവറാക്കരുത്. പമ്പയ്ക്ക് കൊടുത്തപ്പോ ഓവറാക്കരുത്. പൊട്ടന്റെ അലിഞ്ചോസ് പൊട്ടന്റെ വർത്താനം ഓവറാക്കരുത്. എല്ലാവർക്കും ഒന്നേറെ സന്തോഷം. ശരി, ഓക്കെ. ഇവൻ പമ്പേനെ ചുറ്റിപ്പറ്റി നിക്കണവൻ. പമ്പേനെ മാത്രം ചുറ്റിപ്പറ്റിയല്ലോ ഇവൻ നിക്കണേ. ഇംപ്രസ് ചെയ്യിക്കാൻ നോക്കുന്നതാണോ? ബാക്ക്ഗ്രൗണ്ടില് മ്യൂസിക് കൊടുന്ന മാഹിയും മൂത്രപ്പുരിയാ. ഈ പറ്റാത്ത കാര്യത്തിന് എന്തിനീ പാടാൻ പോണത്? എന്താല്ലേ തല്ലു അവിടെ തല്ലുണ്ടായി. അവിടെ എന്തോ തല്ലുണ്ടായി. അയ്യോ, ആ വീഡിയോ കിട്ടിയില്ലല്ലോ. ആ വീഡിയോ ഈ പമ്പയ്ക്ക് മുമ്പിൽ ഈ രണ്ടെണ്ണം കൂടിയും അഴിഞ്ഞാടിയത് പെരേരപ്പൊട്ടന് ഇഷ്ടമായില്ല. കടാ പെരേരപ്പൊട്ടൻ നിക്കണണ്ട. മായിമുദ്രപുരയിൽ തല്ലാൻ വേണ്ടിയുള്ള നിപ്പാണ് പെരേരപ്പൊട്ടന്റെ നിപ്പ്. അവനാരോ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് പോയി തല്ലുണ്ടാക്കാൻ പോയിക്കോളൂ. കണ്ട മാഹിമുദ്രപുരയുടെ എക്സ്പ്രഷൻ നോക്കിയേ. മാഹിമുദ്രപുരയുടെ എക്സ്പ്രഷൻ കണ്ട. അവിടെ എന്തോ തല്ലുണ്ടായിട്ടപ്പ. കാരണം ഈ പമ്പയുടെ മുമ്പില് അഭിനയിച്ചത് പെരേരപ്പൊട്ടന് ഇഷ്ടമായില്ല. അതാണ് കാര്യം. ഇതിന്റെ ബാക്കി വീഡിയോ കാണാൻ പറ്റില്ല. അവരാ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തോളാം. എന്താല്ലേ ഇത്? വേറെ കുറെ ഉണ്ടല്ലോ. ഇതൊക്കെ ആരാ? ഇതൊക്കെ ഏതാണ് ഈ സാധനങ്ങള്? വല്ല മറ്റേ ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഓളികളായിരിക്കുള്ളൂ ഇതൊക്കെ.
ഔ, ഔ, ഔ. എന്താ അവന്റെ ഇടിയൊക്കെ ഓക്കെ അല്ലേ ബൈ ബൈ ഒന്നുകൂടെ അപ്പൊ ഇതൊക്കെ ഉള്ളു, ഇത്രയൊക്കെ ഉള്ളു. പക്ഷെ എന്നാലും എന്തായിരിക്കും അവിടെ തല്ലുണ്ടാവാൻ കാരണം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് അവിടെ തല്ലുണ്ടാവാൻ കാരണം? കാരണം അതിന്റെ ബാക്കി ഇനിയിപ്പോ കിട്ടാനെന്താ വഴി? എന്താണ് ബാക്കി കിട്ടാൻ വഴി? എന്തായാലും മറ്റേ പമ്പയുടെ മുമ്പില് രണ്ടും കൂടി കിടന്ന് അവിടെ ഷോ കാട്ടിയില്ല. അതായത് മാഹി മൂത്രപുര പാട്ട് പാടുന്നു, അഭിലാഷാട്ടയും കോറസ് പാടുന്നു. ഇതൊക്കെ കണ്ടപ്പോ ഈ അലിഞ്ചോസ് പൊട്ടൻ എന്ന് പറഞ്ഞ മരമണ്ണയ്ക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. അവന് ഈഗോ വന്നിട്ടുണ്ടാവും. അതാണ് കാര്യം. ഓരോരോ പൊട്ടന്മാരുടെ ബർത്ത്ഡേ ആഘോഷം. എന്തായാലും എന്തൊക്കെയായിരുന്നു സിനിമയിലുള്ള പലരും വരും അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഒരാളെയും കണ്ടില്ലല്ലോ അവിടെ. സിനിമയിലുള്ള പലരെയും ഒരാളെ പോലും കണ്ടില്ല. എന്താല്ലേ എന്തൊക്കെ കാണുന്നു? അലിഞ്ചോസ് പൊട്ടന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. 23-ാം വയസ്സ് തുടങ്ങി പെണ്ണിട്ടാൻ നടക്കണ്ട. ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പൊ 25 വയസ്സ് എങ്ങോട്ടായി തോന്നുന്നു. കാരണം 2023 ഇവന് 23 വയസ്സെന്ന് പറഞ്ഞത്. ഇപ്പൊ 2026 വെച്ച് നോക്കുകയാണെങ്കിൽ 23 കഴിഞ്ഞ് 26 ആവേണ്ടതാണ്. പക്ഷെ 25 അവൻ പറയുന്നത്. എന്താണോ അതൊന്നും കൂടുതൽ ഞാൻ അന്വേഷിക്കണമൊന്നുമില്ല. എന്തായാലും ഈ പൊട്ടനൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കൂടുതലൊന്നും ഇവരിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട, കിട്ടില്ല. അപ്പൊ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.